ആണവ വിഷയത്തിൽ ഏറെ നാളുകൾക്ക് ശേഷമായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച ഇറാനും അമേരിക്കയും തമ്മിൽ ചർച്ച നടന്നത്. ചർച്ചയിൽ നേരിയ പ്രതീക്ഷയെന്ന് പറയപ്പെടുമ്പോഴും അമേരിക്കൻ നിലപാടുകൾ ഏതു നിമിഷവും മലക്കം മറിയാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇറാനും മുന്നോട്ടു പോകുന്നത്. ഇറാന്റെ ആണവ പദ്ധതിയെയും അമേരിക്കയുടെ ഉപരോധങ്ങൾ ലഘൂകരിക്കാനുള്ള സാധ്യതയെയും കുറിച്ചായിരുന്നു ചർച്ചകൾ നടന്നത്. ഒമാനി തലസ്ഥാനമായ മസ്കറ്റിൽ 2.5 മണിക്കൂർ നീണ്ട ചർച്ചകൾക്ക് ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാഗ്ചിയും മിഡിൽ ഈസ്റ്റിലേക്കുള്ള അമേരിക്കയുടെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫുമാണ് നേതൃത്വം നൽകിയത്. രണ്ട് പ്രതിനിധികളെയും വെവ്വേറെ മുറികളിലാക്കി ഷട്ടിൽ നയതന്ത്രത്തിലൂടെ നടന്ന ചർച്ചയിൽ ഒമാൻ വിദേശകാര്യമന്ത്രി ബദൽ ബിൻ ഹമദ് അൽ ബുഹൈദി ആണ് ഇടനിലക്കാരനായി പ്രവർത്തിച്ചത്. ഏപ്രിൽ 19 നടക്കുന്ന അടുത്തഘട്ട ചർച്ചകളിൽ ഇരുപക്ഷവും ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും കാര്യമായ വെല്ലുവിളികൾ അവശേഷിക്കുന്നുണ്ടെന്നാണ് വിശകലന വിദഗ്ധർ പറയുന്നത്. എന്നാൽ പ്രസിഡന്റ് ട്രംപ് ചർച്ചകൾക്ക് 2 മാസത്തെ സമയപരിധി നൽകിയതായും ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകിയതായും റിപ്പോർട്ടുണ്ട്. ഇറാൻ പ്രായോഗികവും എന്നാൽ ഉറച്ചതുമായ ഒരു കൂട്ടം ആവശ്യങ്ങളുമായാണ് ചർച്ചകളെ സമീപിക്കുന്നത്. ഏതെങ്കിലും കരാറിലെത്തുന്നതിന് മുമ്പ് പാലിക്കേണ്ട വ്യക്തിപരമായ വ്യവസ്ഥകൾ ഉദ്യോഗസ്ഥർ വിശദീകരിച്ചിട്ടുമുണ്ട്. പ്രധാന ഉപരോധങ്ങൾ പിൻവലിക്കൽ, പ്രത്യേകിച്ച് ഊർജ, ബാങ്കിംഗ് മേഖലകളെ ബാധിക്കുന്നവ, വിദേശ ബാങ്കുകളിൽ കൈവശം വച്ചിരിക്കുന്ന ഇറാനിയൻ ആസ്തികൾ മരവിപ്പിക്കൽ, ഭാവിയിലെ അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേലി സൈനിക ആക്രമണങ്ങൾക്കെതിരെ ഉറച്ച ഗ്യാരണ്ടി ഉറപ്പാക്കുക എന്നിവയാണ് അവയിൽ പ്രധാനം. ഈ ആവശ്യത്തിൽ ആഴത്തിൽ വേരൂന്നിയ അമേരിക്കയോടുള്ള ഇറാന്റെ അവിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ടെന്നാണ് കണക്കുകൂട്ടൽ. ഇറാന്റെ വീക്ഷണത്തിൽ നിന്ന് നോക്കുമ്പോൾ 2015 ആണവ കരാർ ഇറാൻ പാലിച്ചിട്ടും UK, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ US സഖ്യകക്ഷികൾ അത് അംഗീകരിച്ചിട്ട് പോലും കരാറിൽ നിന്നുള്ള അമേരിക്കയുടെ പിന്മാറ്റം അമേരിക്കയുടെ പ്രതിബദ്ധതകൾ വിശ്വസിക്കാൻ കഴിയില്ല എന്നതിൻ്റെ തെളിവായിട്ടാണ് കണക്കുകൂട്ടുന്നത്. ഇറാന്റെ നിബന്ധനകൾ പാലിക്കാൻ അമേരിക്ക തയ്യാറാണോ എന്ന് ഒരു കാലത്തും അവർ വ്യക്തമാക്കിയിട്ടില്ല. കരാറുകളിൽ ഏർപ്പെടുവാനും നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾ ഒഴിവാക്കാനും കഴിയുന്ന ഒരു നേതാവായി ട്രംപ് വളരെ കാലമായി സ്വയം ചിത്രീകരിക്കുന്നുണ്ട്. എന്നാൽ ഇറാനുമായുള്ള അദ്ദേഹത്തിന്റെ മുൻകാല പ്രവർത്തനങ്ങൾ മറിച്ചാണ് സൂചിപ്പിക്കുന്നത്. കരാറുകളിൽ നിന്ന് അമേരിക്ക ആവർത്തിച്ച് പിന്മാറുന്നതും പതിവായിരിക്കുകയാണ്. ഇത് തന്നെയാണ് അമേരിക്കയിൽ നിന്നുള്ള വാക്കാലുള്ളതോ ഒപ്പിട്ടതോ ആയ പ്രതിബദ്ധതകൾ തന്ത്രപരമായി വിശ്വസനീയമല്ലെന്ന ഇറാനിയൻ വീക്ഷണകോണും പുറത്തുവരുന്നത്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ട്രംപ് നയതന്ത്രം ഉപയോഗിച്ച് സൈനിക ഏറ്റുമുട്ടലിന് അവസരമൊരുക്കുമെന്ന കാര്യം ഉറപ്പാണ്. 2015 കരാറിൽ നിന്ന് പുറത്തുകടക്കുക, ജനറൽ ഖാസിം സുലൈമാനിയെ വധിക്കാൻ ഉത്തരവിടുക, ഉപരോധങ്ങൾ വിപുലീകരിക്കുക, മേഖലയിലെ അമേരിക്കൻ സൈനിക സ്ഥാനങ്ങൾ ശക്തിപ്പെടുത്തുക തുടങ്ങിയ അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന്റെ മുൻകാല നടപടികൾ സംഭാഷണത്തിലുള്ള സാധ്യതകളെ നിരന്തരം വെട്ടിക്കുറച്ചിട്ടുണ്ട്. അതിനാൽ നയതന്ത്രം പരാജയപ്പെട്ടാൽ ഭാവിയിലെ സൈനിക നടപടികളെ ന്യായീകരിക്കാനും ഈ ചർച്ചകൾ അമേരിക്ക ഉപയോഗപ്പെടുത്തിയേക്കാമെന്നാണ് വിലയിരുത്തൽ. ഇറാന്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിടുന്ന അമേരിക്കയ്ക്കും ഇസ്രായേലിനും അത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്നും ഉറപ്പാണ്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് നേരെ അമേരിക്ക B-2 സ്റ്റെൽത്ത് ബോംബറുകളോ JBU-57 ബങ്കർ തകർക്കുന്ന ബോംബറുകളോ വിന്യസിക്കുകയാണെങ്കിൽ ഇറാന്റെ രഹസ്യ അറയ്ക്കുള്ളിലെ ആയുധങ്ങൾ ഇറാനും പുറത്തെടുക്കുമെന്നും ഉറപ്പാണ്. ഇസ്രായേലുമായുള്ള ഏതൊരു പ്രത്യാക്രമണത്തിലും ഇറാൻ പ്രധാനമായും സ്വന്തം വിഭവങ്ങളെ ആശ്രയിക്കുകയാണ് ചെയ്യാറ്. മുമ്പത്തേക്കാൾ കൂടുതൽ ബാലിസ്റ്റിക് മിസൈലുകൾ, ആക്രമണ ഡ്രോണുകൾ, സൈബർ കഴിവുകൾ, പ്രാദേശിക പ്രോക്സി പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഉപകരണങ്ങൾ അവർ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഇസ്രായേലിനെതിരെ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുക എന്നതാണ് പ്രതികാര നടപടികളിൽ പ്രധാനമായിട്ടുള്ളത്. 2024 ഇറാൻ അഭൂതപൂർവമായ ആക്രമണങ്ങൾ നടത്തിയതും എല്ലാവരും കണ്ടതാണ്. അവർ ഏകദേശം 200 മിസൈലുകൾ വിക്ഷേപിക്കുകയും അവയിൽ ചിലത് ഇസ്രായേലി വ്യോമ പ്രതിരോധത്തെയും മറികടന്ന് നെവാറ്റിം വ്യോമത്താവളത്തിൽ പതിക്കുകയും ചെയ്തിരുന്നു. ശക്തിയായി പ്രതികരിക്കാനുള്ള ഇറാന്റെ ഉദ്ദേശത്തെയും ശേഷിയെയും ഈ നടപടികൾ എടുത്തു കാട്ടുന്നുണ്ട്. ലോകത്തെ ഏറ്റവും നൂതനമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലൊന്നാണ് ഇസ്രായേൽ നിലനിർത്തുന്നുണ്ടെങ്കിലും അത്തരം ആക്രമണങ്ങൾ ഇപ്പോഴും ഗുരുതരമായ രാഷ്ട്രീയവും തന്ത്രപരവുമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. മേഖലയിലെ അമേരിക്കൻ താവളങ്ങളും സാധ്യതയുള്ള ലക്ഷ്യങ്ങളാണ്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി തങ്ങളുടെ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. വരുന്ന ശനിയാഴ്ച നടക്കുന്ന ചർച്ച സമാധാനപരമായില്ലെങ്കിൽ ഇറാന്റെ നിലപാട് വളരെ ശക്തമായതും എന്നും ഉറപ്പായിട്ടുണ്ട്. അതിനുവേണ്ടി കരുത്തനായ വ്യക്തിയെ തന്നെ രംഗത്തിറക്കിയിരിക്കുകയാണ് ഖമേനി. അമേരിക്കയുമായുള്ള ചർച്ചകൾ ഉൾപ്പെടെ തന്റെ രാജ്യത്തിന്റെ ആണവ ചർച്ചകളിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് ഇറാനിയൻ നയതന്ത്രജ്ഞനായ അബ്ബാസ് അരാഗ്ചി.
നയതന്ത്ര സേവനത്തിലെ പരിചയസമ്പന്നൻ എന്ന നിലയിൽ ഇറാന്റെ വിദേശ നയം രൂപപ്പെടുത്തുന്നതിൽ അരാഗ്ചി വഹിച്ച പങ്ക് ഏറെ നിർണായകമായിരുന്നു. പ്രത്യേകിച്ച് ആണവ കരാറുകളും അന്താരാഷ്ട്ര ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയത്തിൽ വിവിധ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള അദ്ദേഹം അന്താരാഷ്ട്ര ബന്ധങ്ങളിലും ആണവ നയതന്ത്രത്തിലും തന്റെ വൈദഗ്ധ്യവും തെളിയിച്ചിട്ടുണ്ട്. ഇറാന്റെ ആണവ പദ്ധതിയെ ചുറ്റിപ്പറ്റിയുള്ള സങ്കീർണമായ ചർച്ചകളിലും അരാഗ്ചിയുടെ പങ്കിനെപ്പറ്റി നിർണായകമായ സ്ഥാനം എടുത്തു പറയുന്നുണ്ട്. സമാധാനപരമായ ആണവോർജ്ജത്തിനുള്ള ഇറാന്റെ അവകാശത്തെപ്പറ്റി അദ്ദേഹം നിരന്തരം ചൂണ്ടിക്കാട്ടാറുണ്ട് എല്ലാ യോഗങ്ങളിലും. ആണവ വിഷയങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹവുമായി സഹകരിക്കാൻ ഇറാൻ തയ്യാറാണെന്നും എന്നാൽ സമ്മർദ്ദത്തിനോ ഉപരോധത്തിനോ വിധേയമായി ചർച്ചകൾ നടത്തില്ലെന്നും അരാഗ്ചി സമീപ വർഷങ്ങളിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആരുടെയും സമ്മർദ്ദത്തിന് ഇറാൻ മുതിരില്ലെന്നും അത്തരം ഭീഷണികളുമായി രാജ്യത്ത് കാലുകുത്തിയാൽ രാജ്യം ശക്തമായി പ്രതികരിക്കുമെന്നാണ് അരാഗ്ചി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. 1962 ഡിസംബർ 5 ഇസ്ഫഹാനിൽ ഒരു പ്രമുഖ പേർഷ്യൻ വ്യാപാരി കുടുംബത്തിൽ ജനിച്ച അരാഗ്ചി കൗമാരപ്രായത്തിൽ തന്നെ 1979 ഇസ്ലാമിക വിപ്ലവത്തിൽ ചേരുകയും ഇറാൻ-ഇറാഖ് യുദ്ധത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രാലയവുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസിൽ നിന്ന് അദ്ദേഹം ബിരുദം നേടിയിട്ടുണ്ട്. സെൻട്രൽ ഓഫ് ടെഹ്റാൻ ബ്രാഞ്ചിലെ ഇസ്ലാമിക് ആസാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കുകയുണ്ടായി. കൂടാതെ കെന്റ് സർവകലാശാലയിൽ നിന്നും പൊളിറ്റിക്കൽ തിങ്കിങ്ങിൽ PhDയും കരസ്ഥമാക്കിയിട്ടുള്ളയാളാണ്. 1989 അദ്ദേഹം വിദേശകാര്യ മന്ത്രാലയത്തിൽ പ്രവേശിച്ച് വിവിധ പദവികളും അലങ്കരിച്ചിട്ടുണ്ട്. രാഷ്ട്രീയകാര്യ ഉപമന്ത്രി, നിയമ അന്താരാഷ്ട്രകാര്യ ഉപമന്ത്രി, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ്, ജപ്പാനിലെ അംബാസഡർ, ഫിൻലൻഡ്, എസ്റ്റോണിയ എന്നിവിടങ്ങളിലെ അംബാസഡർ തുടങ്ങിയ നിലകളിലൊക്കെ പ്രവർത്തിച്ചാണ് അദ്ദേഹം ഈ നിലയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇറാൻ അമേരിക്ക ആണവ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ഉന്നത നയതന്ത്രജ്ഞൻ എന്ന നിലയിൽ അമേരിക്ക, റഷ്യ, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവയുൾപ്പെടെ ലോകശക്തികളുമായി അരാഗ്ചി നിരന്തരം ബന്ധപ്പെടാറുണ്ട്. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി അദ്ദേഹം അടുത്ത് പ്രവർത്തിച്ചതും ഇത്തരം ചർച്ചകളിൽ ഗുണം ചെയ്തിട്ടുണ്ട്. കൂടാതെ 2015 ആണവ കരാറായ സംയുക്ത സമഗ്ര പ്രവർത്തന പദ്ധതിയെക്കുറിച്ചും ഇരു ഉദ്യോഗസ്ഥരും സമാന അഭിപ്രായങ്ങളും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആണവ ചർച്ചകൾക്കപ്പുറത്തേക്ക് വ്യാപിക്കുന്ന അരാഗ്ചിയുടെ നയതന്ത്ര ശ്രമങ്ങളിൽ ഇറാൻ ചരിത്രപരമായി കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുള്ള സിറിയയിലെ സാഹചര്യം ഉൾപ്പെടെയുള്ള പ്രാദേശിക വിഷയങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് അരാഗ്ചി നയിക്കുന്ന ആണവ ചർച്ച നടന്നത്. പ്രത്യേകിച്ച് ട്രംപ് ഭരണകൂടത്തിന്റെ പരമാവധി സമ്മർദ്ദം എന്ന പ്രചാരണത്തിന്റെ കീഴിൽ വരുന്ന സമയത്തുകൂടി. ഇറാന്റെ എണ്ണ കയറ്റുമതി കുറയ്ക്കുന്നതിനും അതിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള കർശനമായ ഉപരോധങ്ങൾ ഈ പ്രചാരണത്തിൽ ഉൾപ്പെട്ടിരുന്നു. ഈ സാഹചര്യങ്ങളിൽ അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ചകൾ എന്ന ആശയം അരാഗ്ചി നിരസിക്കുകയാണ് ഉണ്ടായത്. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള അരാഗ്ചിയുടെ നിലപാട് വളരെ വ്യക്തമാണ്. അത് സിവിലിയൻ ആവശ്യങ്ങൾക്കുള്ളതാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എങ്കിലും ഇറാൻ ആയുധ ഗ്രേഡിംഗ് അടുത്ത് വരെ യുറേനിയം സമ്പുഷ്ടീകരണം ത്വരിതപ്പെടുത്തിയതായി അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ റിപ്പോർട്ടിലും പറയുന്നുണ്ട്. ഇത് പാശ്ചാത്യ ശക്തികൾക്കിടയിൽ ആശങ്കകൾക്കും കാരണമായി കഴിഞ്ഞു. പ്രതികരണമായി IAEA-യുമായി സഹകരിക്കുവാനും JCPOA-യുടെ ചട്ടക്കൂടിനുള്ളിൽ ചർച്ചകൾ ഏർപ്പെടാനുള്ള ഇറാന്റെ സന്നദ്ധതയും അരാഗ്ചി എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ റഷ്യയുമായുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് ഇറാൻ 20 വർഷത്തെ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്ത ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. ഈ പങ്കാളിത്തം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സൈനിക ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. ഇത് പ്രാദേശിക ആഗോള രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു വിഷയം തന്നെയായി എടുത്തു കാട്ടുകയും ചെയ്തിരുന്നു. ഇതോടുകൂടി അമേരിക്ക കൂടുതൽ പ്രകോപിതരാകുകയും ചെയ്തിട്ടുണ്ട്. നിർണായക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ ഭാവി രൂപപ്പെടുത്തുന്നതിലും നയതന്ത്ര ഇടപെടലിന്റെ പ്രാധാന്യത്തെ അടിവരയിടുന്നതാണ് അരാഗ്ചിയുടെ ശ്രമങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. ഇറാന്റെ ആണവ നയം രൂപപ്പെടുത്തുന്നതിൽ മേഖല ആഗോള നേതാക്കളുമായുള്ള ഇടപെടലുകളും നിർണായകമായിട്ടുണ്ട്. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഇറാന്റെ പരമാധികാരത്തെ ബഹുമാനിക്കേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം എപ്പോഴും പ്രസംഗിക്കാറുണ്ട്. റഷ്യ പോലുള്ള രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്താൻ പ്രവർത്തിക്കുകയും അതിനുവേണ്ടി ചർച്ചകൾ നടത്തിയതും അരാഗ്ചി തന്നെയായിരുന്നു. പരിചയസമ്പന്നനായ ഒരു നയതന്ത്രജ്ഞൻ എന്ന നിലയിൽ ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ആഗോള ആശങ്കകൾ പരിഹരിക്കുന്നതിനൊപ്പം സങ്കീർണമായ ഭൂരാഷ്ട്രീയ മേഖലകളിൽ അരാഗ്ചി പ്രവർത്തിക്കുന്നുവെന്ന് തന്നെ നിശ്ചയം പറയേണ്ടതുണ്ട്. ഇറാഖ്, ഖത്തർ, കുവൈറ്റ്, ജോർദാൻ, ബഹ്റൈൻ, സൗദി അറേബ്യ എന്നിവയുൾപ്പെടെ മിഡിൽ ഈസ്റ്റിലുടനീളം അമേരിക്ക വിശാലമായ സൈനിക സാന്നിധ്യം ഇപ്പോഴും നിലനിർത്തിപ്പോരുന്നുണ്ട്. അത് എന്നും ഇറാന് സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന ഒന്ന് തന്നെയാണ്. 2024 അവസാനത്തോടെ ഏകദേശം 40,000 സൈനികർ പ്രദേശത്ത് നിലയുറപ്പിച്ചുകൊണ്ടിരുന്നതാണ് കണക്ക്. ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ ഈ കേന്ദ്രങ്ങൾ ഇതിനകം തന്നെ ആക്രമിച്ചും കഴിഞ്ഞു.
ജനുവരിയിൽ ഇറാഖി പ്രദേശത്ത് നിന്ന് വിക്ഷേപിച്ച ഒരു ഡ്രോൺ ജോർദാനിലെ അമേരിക്കൻ പ്രതിരോധം ലംഘിച്ച് 3 സൈനികരെ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 2020 സുലൈമാനിയുടെ കൊലപാതകത്തിന് ഇറാൻ തിരിച്ചടിയായി ഇറാഖിലേക്ക് 2 അമേരിക്കൻ താവളങ്ങളിൽ നേരിട്ടുള്ള മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ഇത് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കിടയിൽ വലിയ അസ്വസ്ഥതകൾക്കും ഇടയാക്കിയിട്ടുണ്ട്. ഇസ്രായേലി ലക്ഷ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അമേരിക്കയുടെ താവളങ്ങൾ പൊതുവെ ഇറാനുമായും അതിൻ്റെ പ്രാദേശിക പ്രോക്സികളുമായും അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ അത്ര മികച്ച സംരക്ഷണം ഇല്ലാത്തവയുമാണ്. ഇവയെ ഏറ്റവും എളുപ്പത്തിൽ ആക്രമിക്കാൻ ഉതകുന്ന ലക്ഷ്യമായി ഇറാന് സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇതിനു വേണ്ട ഒരു ഉത്തരവ് പരമോന്നത നേതാവിൽ നിന്നും ലഭിച്ചാൽ ഉടൻ തന്നെ അരാക്ചി അതുമായി മുന്നോട്ടു പോകുമെന്നും ഉറപ്പാണ്. അമേരിക്കയുടെ പ്രധാന ലോജിസ്റ്റിക് സൈനിക സഖ്യകക്ഷിയായ സൗദി അറേബ്യ, UAE, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾ ഇതുമൂലം പ്രതിസന്ധിയിലുമാകും. അമേരിക്കൻ സേനയെ അവരുടെ പ്രദേശമോ വ്യോമാതിർത്തിയോ ഉപയോഗിക്കാൻ അനുവദിക്കുന്നത് യുദ്ധ നടപടിയായി കാണുമെന്നാണ് ഇറാൻ ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുള്ളത്. 2023 തുടക്കത്തിൽ റിയാദുമായി നടത്തിയ നയതന്ത്ര ഉടമ്പടിക്കിടെ വെളിച്ചത്തിൽ ഇറാൻ ഈ രാജ്യങ്ങളെ നേരിട്ട് ആക്രമിക്കുന്നത് ഉയർന്ന അപകട സാധ്യത വഹിക്കുമെന്നും കരുതിക്കൂട്ടുന്നുണ്ട്. ഇറാൻ ഈ പാത പിന്തുടരുകയാണെങ്കിൽ അറബ് അടിസ്ഥാന സൗകര്യങ്ങളെക്കാൾ അമേരിക്കൻ ആസ്തികളിൽ പ്രതികാരം കേന്ദ്രീകരിക്കാൻ സാധ്യത കൂടുതലാണ്. ഇറാന്റെ പ്രതിരോധ തന്ത്രത്തിലെ മറ്റൊരു ഘടകം ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടാനുള്ള ഭീഷണിയാണ്. ആഗോള എണ്ണ LNG കയറ്റുമതിയുടെ നിർണായകമായ ഒരു പോയിന്റായിട്ടാണ് ഹോർമൂസ് കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ എണ്ണ കയറ്റുമതിയുടെ ഏകദേശം 20% ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ 30%-ലധികവും ഈ ഇടുങ്ങിയ ഇടനാഴിയിലാണ് കടന്നുപോകുന്നത്. ഏതൊരു ഉപരോധവും ഊർജ്ജവില കുതിച്ചുയരുന്നതിനും ആഗോള വിപണികളിൽ പ്രക്ഷുബ്ധമാക്കുന്നതിനും കാരണമാകും. ഇത്തരമൊരു സാഹചര്യം ഉടലെടുക്കാൻ സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം വരുന്ന ശനിയാഴ്ച നടക്കുന്ന ഇറാൻ അമേരിക്ക ചർച്ച പരാജയപ്പെട്ടാൽ അമേരിക്കയും കൂടെ നിൽക്കുന്ന ഇസ്രായേൽ, മറ്റ് അറബ് രാഷ്ട്രങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ ഇറാൻ ശക്തമായി തിരിച്ചടിക്കാൻ തന്നെയാണ് ഖമേനി അരാക്ചിയോട് പറഞ്ഞിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ ലോകത്ത് സംഭവിക്കുക വൻ വിലക്കയറ്റത്തിനും ആഗോള നാശനഷ്ടങ്ങൾക്കും തന്നെയായിരിക്കുമെന്നാണ് വിലയിരുത്തൽ.